ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ഇപ്പം വട്ടവടയിലാണ്. ഇന്നലെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വരുന്നതിൻ്റെ. അപ്പം അത് പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടാണ് നമ്മളിടുന്നത്. ഇപ്പം ചെറുക്കൻ എന്തേ ഇവിടെ അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. കണ്ടോ, ഇതിൻ്റെ വ്യൂ കണ്ടോ? നല്ല വ്യൂ ആണ്. രാവിലെ എണ്ണീച്ച് കണ്ണ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയായിരുന്നു. രാവിലെ എണ്ണീച്ചപ്പോൾ വട്ടവടയുടെ വ്യൂ നോക്കി. എൻ്റെ ദൈവമേ, കണ്ണ് തുറന്ന് കണ്ടത്. നമ്മളിവിടുന്ന് യാത്ര പറഞ്ഞുകൊണ്ട് നേരെ ബാക്കി സൈറ്റ്സ് ഇപ്പോൾ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ്. ചെറുക്കനെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും കണ്ണപ്പനും കൂടെ ഇങ്ങോട്ട് ചുമ്മാ ഇറങ്ങിയതാണ്. ഇനി അവർ വരണം. എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി? എങ്ങനെ ഉണ്ടോ? ഒന്നും പറയണ്ട. നല്ല പേശവ് പാർട്ടിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ 2 ദിവസമാണ് പോയി കിട്ടിയത്. ഇത് ഞാൻ ഓർത്ത് പറയേണ്ടെന്ന് നമ്മൾ ഓർത്താണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഫുഡ് പോലും നമുക്ക്, പിന്നെ നമ്മുടെ അവസ്ഥ, നമ്മുടെ വണ്ടി ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളെപ്പോലും തിരിഞ്ഞു നോക്കാതെയാണ് അവർ പോയത്. നിങ്ങൾ കഴിച്ചാൽ ഒന്നുമില്ല, ആ ഒരു തിരക്ക് പോലും ഇല്ലാത്തവരാണ് അവർ. എന്ത് ചെയ്യാനാ? വണ്ടിപ്പണി തെണ്ടിപ്പണി എന്ന് പറയുന്നത് സത്യമാണ്. നമ്മളെപ്പോലും തിരിഞ്ഞു നോക്കത്തില്ല, അല്ലേ ആശാനെ? ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. നല്ല പാർട്ടീനെ കിട്ടും, അടിച്ചപ്പൊളി പാർട്ടീനെ കിട്ടും. പക്ഷെ ഇത് അഭിപ്രായം പറയാൻ പോലും അതെ അർഹത ഇല്ലാത്ത ആൾക്കാരായി പോയി. ആണ്, സത്യമാണ്. നമ്മുടെ 2 ദിവസമാണ് ഇവിടെ പോയി കിട്ടിയത്. ആദ്യത്തെ ദിവസം വലിയ കമ്പനിയൊക്കെ ആയിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് വട്ടവടയെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ വരുന്ന ഫുഡ് കഴിക്കുന്നുണ്ടോ? അല്ല, വൈകിട്ട് രാത്രി നമുക്കവിടെ ഫുഡ് കഴിക്കാം, അവിടെ റൂമുണ്ട് എന്ന് പോലും തിരക്കാത്ത. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതിലെയാണ് നമ്മൾ വട്ടവടയ്ക്ക് പോകുന്നത്. അത് കാണുന്ന പോലെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് മഞ്ഞ് മൂടി കിടക്കുമ്പോഴാണ് അതിനെക്കാട്ടി നല്ല ഭംഗി കാണുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്, പക്ഷെ അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് സമയമില്ല. കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇപ്പം സീസൺ അല്ലല്ലോ. സീസൺ ആകുമ്പോഴാണ് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതിൽ നടക്കാൻ പോലും, ഈ വഴി കൂടെ നടക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. പിന്നെ കുറേ ചെറുതുകളുണ്ട്, അതിനെ നോക്കി നമുക്ക് സമാധാനിക്കാം. നല്ല മിഠായിയൊക്കെ കിട്ടുന്ന നല്ല വീഡിയോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഈ എണ്ണ ആർക്കെങ്കിലും പരിചയം ഉണ്ടാകാൻ അറിയത്തില്ല.
നല്ല കാറ്റ് തല തേച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടുമെന്നൊക്കെ പറയുന്നു. ദൈവത്തിനറിയാം. അല്ല ഇപ്പൊ പട്ടിക മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ആളൊക്കെ. ഞങ്ങളും പട്ടിയും മാത്രമേ ഉള്ളൂ ഈ വഴിക്ക്. ക്ലൈമറ്റ് ആകട്ടെ. ഇപ്പം നമ്മൾ എക്കോ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ് എക്കോ പോയിൻ്റ്. ചെറുക്കനെ നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരണം. നമ്മളവിടെയാണ് ഇറക്കി വിട്ടത്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരണം. നമുക്കവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. ഇപ്പം വരുന്ന വഴിക്കുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫോണിലല്ല, കണ്ണപ്പൻ്റെ ഫോണിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കി വീഡിയോ നമുക്ക് വഴിയെ കാണാം. വീഡിയോ
വോയിസ് കട്ടാക്കണല്ലോ പണ്ട്. വെള്ളം നിറഞ്ഞു. ഇല്ല ഇല്ല, ഇത് ഇറങ്ങുന്ന രക്ഷയില്ല. കാരണം മുന്നോട്ട് കയറ്റിട്ടോ. ഇവിടെ നമ്മുടെ ഷട്ടർ തുറന്നിട്ടിരിക്കുവാണ്. ഞാൻ ഇന്ന് ഇതുവരെ വന്നിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ ഇതുവരെ ഈ ഡാം ഷട്ടർ തുറന്നിട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ ചാറ്റുമണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ വരാനൊക്കെ നല്ല വൈബാണ്. നടുക്കൂടെ നമ്മൾ വണ്ടിയായിട്ട് വരാനായിട്ട് എപ്പോഴും വന്നാലും നല്ല വൈബും കാര്യങ്ങളൊക്കെ. എറിയലോ എന്റെ തലക്കിട്ടായിരിക്കും കൊള്ളണം. അങ്ങനെ ചെറുക്കനെ ഡാമിൻ്റെ അവിടെ നിർത്തിയിരിക്കുകയാണ്. ആളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒതുക്കാനായിട്ടാണ് ഗ്യാപ്പില്ലാത്തത്. അതാണ് പ്രശ്നം. ഓരോരുത്തരെ വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൂന്നാറിൽ നിന്ന് യാത്ര. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. കേരള ഫാം. ചെറുക്കനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്. മഴയോട് മഴ, മഴയും കോടയും. വേറൊരു കാഴ്ച നമ്മൾ കാണിച്ചു തരാം. ഇതെന്താ മഴയത്ത് ഇടിഞ്ഞു വീണേ.